എവരിവൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലേ ജാം. സാധാരണ നമ്മൾ ജാം ഒക്കെ കടയിൽ നിന്നാണ് വാങ്ങാറ്. അതിന് 24 മന്ത്സോളം ഷെൽഫ് ലൈഫും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ എത്രമാത്രം അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടെന്ന്. ഇതൊന്നും ഇല്ലാതെ ഒരു ജാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും നമുക്ക് നോക്കാം. പിന്നെ ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ് ജാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് മാംഗോയുടെ പ്യൂരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കി എടുക്കണം. നന്നായി പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോൾ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ജാമിന്റെ അതേ കളറിലേക്കും ടെക്സ്ചറിലേക്കും ഇത് മാറും. കണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ നാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ നീരിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ്. ഇത് നന്നായിട്ട് ചൂടാറുമ്പോഴത്തേക്ക് സ്റ്റെറിലൈസ് ആയ ബോട്ടിലുകളിലേക്ക് മാറ്റാം. ഇതിന്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറുന്ന വരെ വെക്കരുത്, കാരണം ഈ ബോട്ടിലിനുള്ളിലാണ് ഇത് സെറ്റ് ആവാൻ പോകുന്നത്. ഇനി ഇത് കുറച്ചു നേരം കൂടെ തുറന്നു വെച്ചിട്ട് ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജാം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. സാധാരണ നമ്മൾ റെഡിമെയ്ഡ് ആയി വാങ്ങുന്ന ജാമുകളിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് സോഡിയം ബെൻസോയേറ്റും സിട്രിക് ആസിഡിന്റെ ക്രിസ്റ്റൽസും CMC പൗഡറും ആണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാം ഉണ്ടാക്കി കൊടുക്കാം. അതും ഫ്രഷ് ആയിട്ടുള്ള ജാം ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.